ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഇതാ നമ്മളെ ഹജ്ജ് പെരുന്നാളും വന്നിട്ടുണ്ട്. അപ്പം പെരുന്നാൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പറ്റിയ നല്ല കിടിലൻ ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. ഇതിപ്പോൾ നമ്മൾ മംഗലപ്പുരക്കെല്ലാം പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും കിട്ടുന്ന നല്ല അടിപൊളി മംഗല ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടോക്കാം. അങ്ങനെ ഞാനിതാ ബിരിയാണിയിലേക്ക് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ അതുപോലെ ഗരം മസാല 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുളിക്ക് ആവശ്യത്തിനായിട്ടുള്ള തൈര് വേണം. പിന്നെ ഇതാ ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതാ കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ 4 മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 വലിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നില്ലേ മസാല ചെയ്യുന്നതിന് മുന്നേ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കുക്കറിലിട്ടിട്ടാണ് ഉള്ളിനെ വേവിച്ചെടുക്കുന്നത്. അതായത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ നോർമലി ചെയ്യുമ്പോൾ കുറച്ചധികം സമയം തന്നെ വേണ്ടി വരില്ലേ. അപ്പോൾ 2 വിസിലേ വേണ്ടൂ. അപ്പോഴത്തേക്കും ഉള്ളിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ഇതാ കണ്ടില്ല, ഇതുപോലെ ആയി കിട്ടും. നല്ലോണം ഇത് വാടി വന്നിട്ടുണ്ടാവും. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളിയും കൂടി ഇട്ടെടുക്കാം. തക്കാളി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 ടീസ്പൂണോളം ഉണ്ടാവും. അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, പെരക്കി വെച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കനിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ടാകും. അത് തൈരിൻ്റെയും നമ്മളെ നേരത്തെ ചിക്കനെല്ലാം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് അപ്പോൾ തൈരിൻ്റെ എല്ലാം വെള്ളം ഇറങ്ങി വന്നതാണ്. അപ്പോൾ അതും കൂടി അടക്കം ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണ്ടത് പിന്നെ ഗരം മസാലയാണ്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഓവർ മസാലയൊന്നും ഇടുന്നില്ല. കാരണം നമ്മൾ നേരത്തെ ചിക്കൻ പെരക്കി വെക്കുമ്പോൾ അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മസാലപ്പൊടിയൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയില്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പം ഒരു പ്രത്യേകതരം ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടുക. നല്ല അടിപൊളി മസാലയാണ് ആയിട്ടുണ്ടാകുക. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ, ചിക്കൻ്റെ വേവ് നോക്കിയിട്ട് 3 വിസിൽ വരെ നമുക്കിത് വേവിച്ചിട്ട് എടുക്കണം. അങ്ങനെ നമ്മളെ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കന് വേവിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ തന്നെ വേവിച്ചിട്ട് എടുക്കുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് ചിക്കനിലും അതുപോലെ നമ്മളെ തക്കാളീൻ്റെ ഉള്ളിൻ്റെ എല്ലാം വെള്ളം ഇറങ്ങി വന്നിട്ട് അതിലാവശ്യത്തിന് അധികം തന്നെ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം വേണ്ട, മസാലയല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്, കറിയല്ലല്ലോ. ഇനിയിപ്പോൾ ഇവിടെ ചോറിലേക്ക് ചോറ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയെല്ലാം ഒന്ന് വറുത്ത് കോരാനുണ്ട്. അപ്പം ഞാനിവിടെ അണ്ടിപ്പരിപ്പിന് പകരം ബദാമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മുന്തിരിയും വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലിന് കുറച്ചൊരു 3 ടീസ്പൂണ് നെയ്യ് കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ കുറച്ച് ഉള്ളിയെല്ലാം കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രശ്നമില്ല, നമ്മൾ എല്ലാം കൂടി ബിരിയാണി ദം ചെയ്തെടുക്കാനുള്ളതാണ്. ഇനിയിപ്പം ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് ചോറൊന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ
ഒരു 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചൂടുവെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. കഴുകി വെച്ചിട്ടുള്ള 3 കപ്പ് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അരിയിലിട്ട് കഴിഞ്ഞ് ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പം ഞാൻ ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിളക്കുമ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് ചോറ് റെഡിയാക്കി എടുക്കുക. പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കണേ. ഇനിയിപ്പോൾ നമ്മളെ മസാലയില്ലേ അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അത് അതിലേക്കൊന്ന് കുറച്ച് ആവശ്യത്തിന് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ നമ്മളെ മസാലനെ മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ നല്ലോണം ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി വന്നെത്തുകൊണ്ട് നമുക്കതിന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. നമുക്ക് ഇത്രത്തോളം ഗ്രേവി അടക്കം വേണ്ട, പിന്നെ കുറച്ച് ഗ്രേവി അടക്കം നമുക്ക് വേണം. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗവും നമുക്ക് വറ്റിച്ചെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയാൽ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടേനും അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ മസാലയെല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് വറ്റി വന്നതിന് ശേഷം ഈ ഒരു സമയത്ത് നമുക്ക് ദം ചെയ്തെടുക്കാം. നമ്മൾ ചോറ് റെഡിയായതിന് ശേഷം ആ ഉള്ള ചോറിൻ്റെ പകുതി ഭാഗവും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരി അതുപോലെ ബദാം ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ചോറ് ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. അന്നേരം ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ കോരി മാറ്റിയിട്ടുള്ള എണ്ണയില്ലേ, നെയ്യ്, ആ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഗരം മസാല അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ചോറിട്ട് കൊടുക്കുക. അങ്ങനെ ആ ഒരു ലെയറായിട്ട് തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ദമ്മ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയെല്ലാം കളറെല്ലാം ചേർത്ത് കൊടുക്കില്ല. ഇതിൽ ഞാൻ കളറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഓയിലും, അതായത് നമ്മൾ RKGയും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിലും അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളും അതുപോലെ ഗരം മസാലപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കണേ. അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. പിന്നെ അങ്ങനെ 15 മിനിറ്റെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. നല്ല മംഗലപ്പുരയ്ക്ക് അതേ വൈബിലുള്ള ബിരിയാണിയാണ് ഇത്. വെറുതെ ഞാൻ പറയുന്നതല്ല, ശരിക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നാളെ പെരുന്നാളായി, അപ്പം പെരുന്നാൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിവിടെ ഇത് ഉണ്ടാക്കിയപ്പോൾ നമ്മളെ പെരക്കുള്ള എല്ലാവർക്കും ഇഷ്ടമായി. ഇനിയിപ്പം മംഗലപ്പുരക്കെല്ലാം നമുക്ക് ഈ ഒരു തളികയിലല്ലേ ബിരിയാണി കൊണ്ടുത്തരുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഈ ഒരു തളികയിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മസാല അടിയിലല്ല ഉള്ളത്. അപ്പം ചോറ് മേലെ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മേലത്തെ ഭാഗത്ത് മസാല വെച്ചുകൊടുത്താൽ മതി. അങ്ങനെ ഇതാ ഞാനിതെല്ലാം ഒന്ന് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഫൈനലി മംഗലപ്പുരയ്ക്ക് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെരുന്നാൾക്ക് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മംഗലപ്പുരയ്ക്ക് ബിരിയാണി നമ്മൾ തിന്നുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ടെക്സ്ചറെല്ലാം ഉണ്ടാകുക. നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ മംഗലത്തിനെല്ലാം പോയിട്ട് കഴിക്കുന്ന ബിരിയാണിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. എനക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.